അഭിയുടെ അലർച്ച കേട്ടിട്ട് വരുണും കിച്ചും അങ്ങോട്ടേക്ക് വന്നു. അവരും അവന്റെ ഒപ്പം മുട്ടുകുത്തിയിരുന്നു. അഭി, എടാ, നീ ഇങ്ങനെ തുടങ്ങിയാലോ? വിഷമിക്കണ്ട, അവൾക്കൊന്നും പറ്റില്ലെന്നേ. അവളുടെ കാലിനെ വിട്ടിട്ട് അവൾ എവിടെ പോവാനാ? നീ എഴുന്നേക്ക്, ഇവിടെ എവിടെയോ ഉണ്ട് അവൾ. എന്തേലും സംഭവിക്കുന്നതിന് മുമ്പേ നമുക്ക് കണ്ടെത്താം. പെട്ടെന്ന് വരുൺ ചാടി എഴുന്നേറ്റു. നിങ്ങൾ ഇങ്ങനെ നിൽക്കാതെ എഴുന്നേറ്റ് അവളെ എവിടെയാണെന്ന് നോക്ക്. അപ്പോഴേക്ക് അവനെ കൊണ്ട് പറയിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. അത്രയും പറഞ്ഞ് അവൻ താഴത്തേക്ക് പോയി. ജിത്തു പോയപ്പോ കിടന്ന കിടപ്പാണ് പാച്ചു. പെട്ടെന്ന് തന്നെ എന്തോ ഒരു വാതകത്തിന്റെ ബാഡ് സ്മെല്ല് റൂമിൽ ആകെ സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങി. റൂമിലെ AC ലീക്കാകാൻ തുടങ്ങിയതായിരുന്നു കാരണം. അതിന്റെ സ്മെല്ല് അവൾക്ക് അസഹനീയമായി തോന്നി. ശ്വാസം എടുക്കാൻ കഴിയാതെ ജീവൻ പോലും പോകുമെന്ന് തോന്നിയ അവസ്ഥ. ഒരാശ്വാസത്തിന് അവൾ ബെഡിൽ അമർത്തിപ്പിടിച്ചു. തൊണ്ടയൊക്കെ വരണ്ട് ഇപ്പൊ പൊട്ടു എന്ന അവസ്ഥ. അവൾ ഒരു വിധം ബെഡിൽ നിന്ന് എഴുന്നേറ്റ് അരികത്തായി ഇരിക്കുന്ന ജഗ്ഗിൽ നിന്ന് വെള്ളം എടുക്കാൻ ശ്രമിക്കുന്നതിനിടയ്ക്ക് ബോധം മറിഞ്ഞ് അവൾ നിലത്തേക്ക് വീണു. പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയ കിച്ചു അഭി എന്തോ വീഴുന്ന ശബ്ദം കേട്ടിട്ട് വീണ്ടും മുറിയിലേക്ക് നോക്കി. 2ാം നിലയിലെ റൂം ആയതുകൊണ്ട് തന്നെ എവിടെ നിന്നാണ് സൗണ്ട് കേട്ടതെന്ന് അറിയാൻ അവര് നോക്കി. കിച്ചു, നീ ഇത് കണ്ടോ? ബാക്കിയുള്ളതിൽ നിന്നും വ്യത്യസ്തമായി ഇതിന്റെ സീലിംഗ് വുഡ് കൊണ്ടുള്ളതാണ്. അവനും അപ്പോഴാണത് ശ്രദ്ധിക്കുന്നത്. കുറച്ചു നേരത്തെ തിരച്ചിലിനൊടുവിൽ അതിന്റെ പാർട്ടീഷൻ ചെയ്തിരിക്കുന്ന ഭാഗവും കണ്ടു. എടാ, ഇതിലൂടെയാവും സ്റ്റെയർ. അത് താഴ്ത്താനുള്ള ലിവർ ഇവിടെ എവിടെയെങ്കിലും കാണും. കിച്ചു ജനാലയുടെ സൈഡിലെ അതിന്റെ ലിവർ കണ്ടു. ആരും പെട്ടെന്ന് ശ്രദ്ധിക്കാതിരിക്കാൻ തക്കവണ്ണം പൂക്കൾ കൊണ്ടൊക്കെ അത് അലങ്കരിച്ചിരുന്നു. കിച്ചു അത് വലിച്ചപ്പോ ഉടന്റെ സ്റ്റെയർ വന്നു. അഭി പെട്ടെന്ന് തന്നെ ചാടിക്കയറി അതിനകത്ത് അടഞ്ഞു കിടന്നിരുന്ന ഡോർ അവൻ വേഗം തന്നെ ചവിട്ടി പൊളിച്ചു. ആ റൂമിൽ കയറി അതിൽ നിന്ന് വമിക്കുന്ന വാതകത്തിന്റെ മണം അവനെ ഒരു വേള ചിന്തിപ്പിച്ചു. വേഗം തന്നെ തന്റെ ജീവനെ കണ്ണുകൾ കൊണ്ട് പരതി. അവിടെ നിലത്ത് ബോധമറ്റ് കിടക്കുന്ന പാച്ചുവിനെ കണ്ടപ്പോ അവൻ ഒരു തരി ചലിക്കാൻ പറ്റാത്തവണ്ണം മരവിച്ചു പോയി. അവന്റെ നിൽപ്പ് കണ്ട് കയറി വന്ന കിച്ചു താഴെ കിടക്കുന്ന പാച്ചുവിനെ കണ്ടതും ഒരു നിമിഷം ആലോചിക്കാതെ അവളെ കൈകളിൽ കോരിയെടുത്ത് താഴേക്കോടി. അവന്റെ പിറകെ അഭിയും. വരണേ, വണ്ടി എടുക്കടാ. കിച്ചുവിന്റെ അലറിച്ച കേട്ടതും ജിത്തുവിനെ തല്ലുന്നത് നിർത്തി അവൻ വേഗം തന്നെ വണ്ടിയുടെ അടുത്തേക്ക് ഓടി. വരുൺ വണ്ടി എടുത്തപ്പോൾ പുറകിൽ അഭിയുടെയും കിച്ചുവിന്റെയും മടിയിലെ അവളെ കിടത്തി. അവരൊക്കെ പോയപ്പോ കിച്ചു പറഞ്ഞതനുസരിച്ച് മുകളിലേക്ക് വരുണിന്റെ ഫോൺ എടുക്കാൻ പോയതായിരുന്നു മനു. തിരിച്ചു വരുമ്പോ വേച്ച് എഴുന്നേക്കാൻ ശ്രമിക്കുന്ന ജിത്തുവിനെയാണ് അവൻ കണ്ടത്. അവൻ അവിടെ കിടന്ന ഇരുമ്പ് ദണ്ടെടുത്ത് അവന്റെ തല ഉന്നം പിടിച്ചെറിഞ്ഞു. ഇത്തവണയും അത് ഉന്നം തെറ്റാതെ അവന്റെ തലമണ്ട തന്നെ അടിച്ചു പൊട്ടിച്ചു. പാറു, ഡാ, കണ്ണു തുറന്നേ. ഒന്നുമില്ലടാ, നമ്മൾ ഇപ്പൊ എത്തും. നീ ഒന്ന് കണ്ണു തുറക്കടി പുല്ലേ. ഡി, ഒന്ന് കണ്ണു തുറക്കടി. ഒന്നുമില്ലടാ, നീ പേടിക്കാതെ. അത് പറയുമ്പോ അവന്റെ കണ്ണിൽ നിന്നും വെള്ളം വന്നുകൊണ്ടിരുന്നു. അഭി അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ടിരുന്നു. ഹോസ്പിറ്റലിൽ എത്തിയപ്പോ അവളെയും എടുത്ത് ഓടുവായിരുന്നു. ഒരിക്കലും നിന്നെ ആർക്കും വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞ് അവന്റെ ജീവനെയും കൊണ്ട് പാഞ്ഞു. അവളെ ICUലേക്ക് ഷിഫ്റ്റ് ചെയ്തു. എല്ലാം നഷ്ടമായ ഒരു അവസ്ഥയിലായിരുന്നു അവൻ. അവൻ ആരോടും ഒന്നും മിണ്ടാതെ അവന്റെ പ്രാണന് വേണ്ടി കാത്തിരുന്നു. വിഷു അവന്റെ അടുത്ത് പോയി അവനെ ചേർത്ത് പിടിച്ചു. അച്ഛാ, എന്റെ പാറു, ഞാൻ അവളെ നോക്കിയില്ലല്ലോ, എന്റെ തെറ്റാണ് ഞാൻ. അതും പറഞ്ഞ് അവൻ പൊട്ടിക്കരഞ്ഞു. പ്രതാപും വാസു അവന്റെ അടുത്ത് വന്നു അവനെ ചേർത്ത് പിടിച്ചു. ഒന്നും വരില്ല, അവൾക്ക് പേടിച്ച് ബോധം പോയതായിരിക്കും. നോക്കിക്കോ, നീ ഇങ്ങനെ പേടിക്കാതെ. അപ്പോഴേക്കും ഡോക്ടർ പുറത്തു വന്നു. പേടിക്കാനൊന്നുമില്ല, ആൾ ഓക്കെയാണ്. പൾസ് കുറഞ്ഞതുകൊണ്ടായിരുന്നു നമ്മൾ ICUലേക്ക് മാറ്റിയത്. ഇപ്പൊ റൂമിലേക്ക് മാറ്റും. വാസു അപ്പുറത്തെ വശത്ത് നിന്നു. സിസ്റ്റർ വന്ന് ട്രിപ്പ് മാറ്റിയപ്പോഴാണ് പാച്ചു കണ്ണു തുറന്നത്. ആഹാ, എഴുന്നേറ്റല്ലോ. എന്റെ കുഞ്ഞെ, എപ്പോഴും നീ ഹോസ്പിറ്റലിൽ തന്നെ ആണല്ലോ. അതിനവളൊന്ന് ഇളിച്ചു കാണിച്ചു. പിന്നെ എല്ലാവരും കൂടി അവളെ പൊതിഞ്ഞു. പിന്നെ അഭിക്ക് വിട്ടുകൊടുത്തിട്ട് എല്ലാവരും പുറത്തിറങ്ങി. അവൻ അവളെ ഇറുകെ കെട്ടിപ്പിടിച്ചു. ഒരു തരി വിടവ് പോലും ഇല്ലാതെ തന്നോട് ചേർത്ത് പിടിച്ചുകൊണ്ടേയിരുന്നു. പാച്ചുവും. അവൾക്ക് മനസ്സിലായിരുന്നു അവന്റെ മനസ്സിലെ സംഘർഷം. അവളും അവനോട് ചേർന്നിരുന്നു. പയ്യെ അവളുടെ പല്ലുകൾ അവന്റെ നെഞ്ചിൽ ആഴ്ന്നിറങ്ങി. അവൻ അവളെ വിട്ട് കൂർപ്പിച്ചു നോക്കി. പാറുവാണ് അവനെ തലങ്ങും വിലങ്ങും അടിച്ചുകൊണ്ടിരുന്നു. എവിടെയായിരുന്നു കാല? ഞാൻ എന്തുമാത്രം പേടിച്ചു എന്നറിയോ? ഞാൻ പേടിച്ചു തട്ടി. മുഴുവൻ പറയുന്നതിന് മുമ്പ് തന്നെ അവളിലേക്ക് അവൻ ആഴ്ന്നിറങ്ങി. അവളുടെ കണ്ണുകൾ ഇപ്പൊ പുറത്തു വരുമെന്ന അവസ്ഥയായി. അവന്റെ ചുംബനത്തിൽ അവന്റെ സങ്കടവും ദേഷ്യവും എല്ലാം നിറഞ്ഞു നിന്ന് അവളെ തന്റെ മടിയിലേക്ക് ഇരുത്തി. വീണ്ടും വീണ്ടും വാശിയോടെ അവളിലേക്ക് ആഴ്ന്നുകൊണ്ടിരുന്നു. അവൾക്ക് ശ്വാസം എടുക്കാൻ പറ്റാതെ വന്നപ്പോൾ അവളുടെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തിയിരുന്നു. അവളുടെ കഴുത്തിൽ നനവ് തട്ടിയപ്പോഴാണ് ചെക്ക ഇരുന്ന് കരയുന്നെന്ന് മനസ്സിലായത്. അയ്യേ, എന്റെ ചെക്ക ഇത് എന്നാ പറ്റി? അവന്റെ മുഖം പിടിച്ചുയർത്തി അവനോട് ചോദിച്ചു. അവനൊന്നും മിണ്ടാതെ അവളെ നോക്കി. എനിക്കറിയാടാ കാല, ആർക്ക് നീ എന്നെ വിട്ടുകൊടുക്കത്തില്ലെന്ന്. പേടിച്ചോ? ചെറുതായി. എനിക്കറിയൂലേ നീ വരുമെന്ന്. അത്രയ്ക്ക് ഉറപ്പാണോ? അതേലോ, കാരണമേ ദേ ഈ ഇടനെഞ്ചിലെ ഒരു സാധനം ഇല്ലേ, അതിൽ ഞാനാണെന്ന് എനിക്കറിയാലോ.
അച്ചു, അവൾക്കൊന്നുമില്ലല്ലോ. ഒന്നുമില്ലടാ, അവൾ ഓക്കെയാണ്. അതെ, എന്റെ ചുണ്ടിങ്ങനെ കടിച്ചു പൊട്ടിക്കരുത്, എനിക്ക് നേറുന്നുണ്ട്. അച്ചോടാ, വേദനിച്ചോ? ഏ, നല്ല സുഖല്ലേ കാല? ആണോ? എന്നാ ഒന്നുകൂടി ട്രൈ ചെയ്യാം. അയ്യടാ, ട്രൈ ചെയ്യാൻ വന്നിരിക്കുന്നു, ഒറ്റയ്ക്കിരുന്ന് ട്രൈ ചെയ്യാൻ നോക്ക്. ഡി, ഒന്നൂടെ. അയ്യടാ, നടക്കൂല മോനെ. നടക്കും. എന്റെ പൊന്നു കാല, നിങ്ങളുടെ റൊമാൻസ് എനിക്ക് താങ്ങൂല. ആ കലിപ്പ് തന്നെ മതിയായിരുന്നു. അതെന്നാടി കറമ്പിപ്പാറു, അങ്ങനെ ഞാൻ നിന്നെ സ്നേഹിച്ചാൽ? ഓ വേണ്ടായേ. അതോടെ അവന്റെ മുഖം മാറി. അച്ചോടാ, ചുമ്മാ പറഞ്ഞതല്ലയോ. നീ പൊടിപ്പുലേ, ഞാൻ എന്റെ പെണ്ണിനെയാണ് സ്നേഹിക്കുന്നത്, അതിന് നിനക്കെന്നാടി കോപ്പേ? ഉഫ്, ചെക്ക ഓക്കെ ആയാലോ. ഇതാണ് നുമ്മ ചെക്ക. ലവ് യുടാ കാല. ടു ലവ് യു ചെല്ലക്കുട്ടി. രണ്ടും കൂടി കുറെ നേരം ആയല്ലോ, മതിയാക്ക്. നോക്ക്, ഇവിടെ ഒരു സിംഗിൾ പസംഗ ഉള്ളതാണ്. യു നോ ദാറ്റ്? എന്റെ മനു, നീ ഇത് എപ്പോഴും പറഞ്ഞു കിടക്കേണ്ട കാര്യമൊന്നുമില്ല. മനു പറഞ്ഞത് കേട്ട് വരുൺ പറഞ്ഞു. നിനക്ക് ഞങ്ങളുടെ അത്രയും ഗ്ലാമർ ഇല്ലാത്ത ഞങ്ങളുടെ പ്രശ്നമാണോ? കിച്ചു ആണ്. ഡി പാച്ചു, എനിക്കാണോ ഇവർക്കാണോ ഗ്ലാമർ? മനു ചോദിച്ചു. നീ ലുക്കല്ലേ. ഈ ഗ്ലാമർ ഇല്ലാത്തവർ അങ്ങനെ എപ്പോഴും ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും. അതിന് നമ്മൾ മൈൻഡ് ചെയ്യണ്ട, വിട്ടുകളയണം. നീ മുത്താടാ. അതിനവളൊന്ന് ചിരിച്ചു കാണിച്ചു. നീ ഇന്ന് പല്ല് വെച്ചില്ലേ, ഫുൾ മഞ്ഞ കളർ. വരുൺ പറഞ്ഞത് കേട്ട് അവൾ അബിയുടെ ഫോണിലെ ക്യാം ഓണാക്കി പല്ല് നോക്കാൻ തുടങ്ങി. എന്റെ പല്ല് വെളുത്തിട്ടാണല്ലോ. അയ്യേ, അപ്പൊ നീ പല്ല് വെച്ചില്ലേ? ഞാൻ നിന്നെ പോലെയല്ല. ആണോ? അറിഞ്ഞില്ല. നീ പോ മോനെ, വരണേ. പെട്ടെന്ന് അച്ചു അങ്ങോട്ടേക്ക് വന്നു. ആഹാ, എന്നെ കൂടാതെ നിങ്ങളെല്ലാരും എന്തെടുക്കുവാ? ഞങ്ങൾ വന്ന് നോക്കിയപ്പോ അച്ചു സുറക്കല്ലായിരുന്നോ? അത് ഞാനൊന്ന് ഡ്രീംസ് ചെയ്യാൻ പോയതാ. എന്തോന്ന്? സ്വപ്നം കാണാൻ. നിങ്ങൾ കാണൂലേ? ഒന്ന് നന്നായിക്കൂടെ കൊച്ചേ നിനക്ക്? കിച്ചു ചോദിച്ചു. പാതിരാത്രി ആയില്ലേ, ഞങ്ങൾ നാളെ നന്നാവും അല്ലേ പാച്ച? നാളെ നല്ല ദിവസമല്ല, നമുക്ക് വേറൊരു ദിവസം നന്നാവാം. ഇതിനോടൊക്കെ പറയുന്ന സമയത്ത് രണ്ട് കള പറിക്കാം. അബിയാണ്. അതിനവരൊന്ന് പുച്ഛിച്ചു. വാസു, എനിക്ക് വിശക്കുന്നു, ഇവിടെ കഴിക്കാൻ എന്തുണ്ട്? അച്ചുവാണ്. ഒന്നുമില്ല. എന്ത്? ഒന്നുമില്ല, ഞങ്ങൾ പോയി എന്തേലും ഉണ്ടാക്കിക്കൊണ്ടുവരാം. അച്ചുവിന്റെ അമ്മയാണ് പറഞ്ഞത്. അത് വേണ്ടമ്മേ, ക്യാൻറ്റീൻ നല്ല ഫുഡാണ്, അവിടെ നിന്ന് മേടിക്കാം. ആ, എനിക്ക് പൊറോട്ടയും ബീഫും. എനിക്ക് പൊറോട്ട ആൻഡ് അൽഫാം. പാച്ചു അച്ചു അവർക്ക് വേണ്ടത് ഓർഡർ ചെയ്തു. അത് മതിയോ? ലതാമ്മ ചോദിച്ചു. മതി. അടങ്ങിക്കിടുന്നു രണ്ടും. അവളുമാരുടെ പൊറോട്ട. ഡാ, കഞ്ഞി മതി. കഞ്ഞിയോ? എനിക്ക് വിശപ്പില്ല, അച്ചു പറഞ്ഞു. എനിക്കും. പിള്ളേരെ, നല്ല നല്ല പേട തരും, അവിടെ ഇരുന്നു. അങ്ങോട്ട് മാറി, ഞാനും കിടക്കട്ടെ. അതും പറഞ്ഞ് പാച്ചുവിനെ നീക്കി അച്ചു കിടന്നു. പാച്ചു അവളെ ചേർത്ത് പിടിച്ചു കിടന്നു. അതെ ചേച്ചിമാരെ, നമുക്ക് പോയി പൊറോട്ടയും മസാല ദോശയും കഴിക്കാം. വരുണും മനു ഗൗരിയുടെ അപ്പൂനെയും ചേർത്ത് പിടിച്ച് പറഞ്ഞു. ഡാ പട്ടി, ഒന്ന് പോയടി, വാ ചേച്ചിമാരെ. അതും പറഞ്ഞ് അവര് പോയി. അത് നമ്മുടെ കൂട്ടുകാരോ അതോ അവരുടെ അനിയന്മാരോ? ആടി. അച്ചുവും പാച്ചുവും പരസ്പരം പറഞ്ഞു. രണ്ടിനും ഒട്ടും അസൂയയില്ലല്ലേ? അച്ചുവിന്റെ അമ്മ ചോദിച്ചു. അതിനവരൊന്ന് ഇളിച്ചു കാണിച്ചു. മക്കള് പോയി ഡ്രസ്സെല്ലാം മാറ്റിവാ. ആക്കി അപ്പൂനെയും ഗൗരിമോളെയും കൂടെ കൂട്ടിക്കോ. വിശ്വാ, നീയോ? ഞാൻ എന്റെ മക്കളുടെ കൂടെ ഇവിടെ നിന്നോളാം, അല്ലേ ശരിയാവൂല, അല്ലേടാ പാച്ച? അതെ, വിശ്വച്ച ഇവിടെ നിന്നാ മതി. കൂടെ ഈ അമ്മമാരെ അങ്ങ് കൊണ്ടുപോയിക്കോ, ഞങ്ങൾ രണ്ടുപേരുണ്ടല്ലോ. അതെയോ, മക്കൾക്ക് ബുദ്ധിമുട്ടാവില്ലേ? ഞങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ട്, അല്ലേ അച്ചുവേ? നിങ്ങൾ പോവാൻ നോക്ക് പിള്ളേരെ. അബി പാച്ചുനെ കണ്ണു ചിമ്മി കാണിച്ചു. നല്ല ചുള്ളൻ ഡോക്ടർമാർ കാണും, വായി നോക്കി ഇരിക്കരുത്. ഒന്ന് പോയടാ. ആകെ രണ്ടുപേരുടെയും കവളി തലോടി. കിടന്നുറങ്ങിക്കോ, കഞ്ഞി കുടിച്ച് ക്ഷീണം മാറും. ഓക്കെ ഏട്ടാ, ബൈ ബൈ. രണ്ടുപേരും കഞ്ഞിയും കുടിച്ച് സുഖമായി കിടന്നുറങ്ങി. അല്ല, നാളെയല്ലേ അച്ചുമോളെ പെണ്ണ് കാണാൻ വരുന്നത്? അതെ, നല്ല കൂട്ടര. പെണ്ണ് സമ്മതിക്കുമോ എന്തോ, അച്ചുവിന്റെ അമ്മ പറഞ്ഞു. അവൾ നമ്മുടെ കൊച്ചല്ലേ, പിന്നെ സമ്മതിക്കാതെ? ലതാമ്മയാണ്. കുറച്ച് വായാടിയാണെന്നേ ഉള്ളൂ, പാവമ്മ. എപ്പോഴും എന്തേലുമൊക്കെ പറഞ്ഞ് എന്നെ ചുറ്റിപ്പറ്റി ഈ നടപ്പാണ്. ആ കാര്യത്തിന് രണ്ടും ഒറ്റക്കെട്ടാണ്. അവരുടെ ഒരു ദിവസത്തെ കാര്യം മുഴുവൻ പറഞ്ഞു കേൾപ്പിച്ചില്ല അതുങ്ങൾക്ക് സമാധാനം കാണില്ല. വസു പറഞ്ഞു. ഇതെല്ലാം കേട്ട് അച്ചു ഇരുന്നു. ഞാൻ ചെയ്യുന്ന തെറ്റല്ലേ? എന്നെ ഇഷ്ടമല്ലാത്ത ഒരാളുടെ പുറകെ നടന്നപ്പോ ഞാൻ എന്റെ അച്ഛനെയും അമ്മയും കുറിച്ച് ഓർത്തില്ലല്ലോ. വേണ്ട, എനിക്ക് അവരുടെ സന്തോഷമല്ലേ വലുത്, അത് മതി. സാറിന് ഇങ്ങോട്ടില്ലാത്ത സ്നേഹം ഒരിക്കലും പിടിച്ചു മേടിക്കാൻ പറ്റൂലല്ലോ. വേണ്ട അച്ചൂസേ, നിന്നെ സ്നേഹിക്കുന്നവരുടെ സന്തോഷം കാണാൻ നോക്ക്. നിനക്ക് സാറിനെ മറക്കാൻ പറ്റുമോ? പറ്റണം. ഇനി സാറിനെ കുറിച്ച് ഓർക്കണ്ട. എന്നാൽ എന്റെ ഫസ്റ്റ് ലവ് അല്ലേ, ഞാൻ എങ്ങനെ? നിനക്ക് മാത്രമായിരുന്നു അത്, നീ അങ്ങ് കളഞ്ഞു. സോ ഇനി അതേക്കുറിച്ചൊരു ആലോചനയില്ല. അവൾ പാച്ചുവിനെയും കെട്ടിപ്പിടിച്ച് കിടന്നു. അവളുടെ കണ്ണുനീരിനെ സ്വന്തമാക്കി. രാവിലെ തന്നെ ഡിസ്ചാർജ് ആയി. എല്ലാവരും വീട്ടിൽ പോയി.
പോകുന്ന വഴി അച്ചുവിന്റെ പെണ്ണ് കാണാൻ പറഞ്ഞപ്പോ പാച്ചു അങ്ങോട്ട് പോകുന്നു പറഞ്ഞു. പിന്നെ അവിടെ ചെന്ന് രണ്ടും കൂടി കത്തിവെച്ചിരുന്നു. വൈകിട്ടാണ് പെണ്ണ് കാണാൻ, അതുകൊണ്ട് തന്നെ സമയം ഉണ്ടായിരുന്നു. ഉച്ച കഴിഞ്ഞ് അച്ചുവിനെ ഒരുക്കാൻ തുടങ്ങി. സാരി തന്നെ വേണോ? വേണം. അതിന്റെ ആവശ്യം? ഒന്ന് അടങ്ങി നിൽക്കോ, ഞാൻ നിന്നിൽ നിന്നൊരു താജ്മഹൽ പണിയും. പാച്ചൂസേ, ഇന്നെന്റെ പെണ്ണ് കാണലാണ്. ഐ നോ കുട്ട, അതുകൊണ്ട് എന്റെ കൊച്ചു അടങ്ങി നിൽക്കുക കേട്ടോ. പിന്നെ കുറെ നേരത്തെ അടിപിടി ഒരുക്കലിന് ശേഷം അച്ചു അങ്ങനെ റെഡിയായി. അച്ചു കണ്ണാടിയിൽ ഒന്നുകൂടി നോക്കി ശ്വാസം എടുത്തു. നീ ഓക്കെ അല്ലേ? നമ്മളെ വേണ്ടാത്തവരെ നമുക്കും വേണ്ട. കുറച്ചു കഴിഞ്ഞ് പെണ്ണ് കാണാൻ ടീം എത്തി എന്നും പറഞ്ഞ് അച്ചുവിന്റെ അമ്മ അങ്ങോട്ട് വന്നു. നിനക്ക് ടെൻഷനുണ്ടോ? എന്തിന്? ചായ കൊടുക്കുന്നു, ചിരിക്കുന്നു, മാറി നിൽക്കുന്നു. അപ്പൊ ഏതെങ്കിലും കാരണവന്മാർ പിള്ളേർക്ക് എന്തെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിൽ ആവാ എന്ന് പറയുമ്പോ അങ്ങോട്ട് മാറി നിന്ന് സംസാരിക്കുന്നു. അയാൾക്ക് ഇഷ്ടായില്ലേ അതും പറഞ്ഞു പോകുന്നു. അങ്ങനെ പറയാനല്ലല്ലോ ഞാനിവിടെ വന്നത്. തിരിഞ്ഞു നോക്കിയപ്പോ വാതിക്കച്ചാരി കൈയും കെട്ടി നിൽക്കുന്നു. സാറെന്താ ഇവിടെ? അതോ, ഇന്ന് എന്റെ പെണ്ണ് കാണലാണേ. അപ്പൊ പെണ്ണിനെ ഒന്ന് കാണാൻ. വിരോധമില്ലേ? എനിക്ക് കുറച്ച് ഈ പെണ്ണിനോട് സംസാരിച്ചോട്ടെ. അതിനെന്താ, സംസാരിച്ചോ, ഞാൻ പോണു. അപ്പോഴും അച്ചു കിളികളെ പിടിച്ച് കൂട്ടിക്കയറ്റാനുള്ള ശ്രമത്തിലായിരുന്നു. വിനോദ് അവളുടെ അടുത്ത് പോയി നിന്ന്. ബട്ട് കൊച്ചുണ്ടോ അറിയുന്നു. അവൻ അവളെ അവനോട് ചേർത്ത് നിർത്തി. അവൾ ഞെട്ടി അവനെ നോക്കി. എന്താടി ഉണ്ടക്കണി തുറച്ചു നോക്കുന്നേ? അവന്റെ കൈ കിടന്ന് കുതറി അവൾ. അടങ്ങി നിക്കടി പെണ്ണെ. അപ്പൊ എങ്ങനെ വരുവല്ലേ എന്റെ പെണ്ണായി? എനിക്കിഷ്ടമല്ല. ഇത് നീ പറയുമെന്ന് അറിയാവുന്ന കൊണ്ടാടി നീ അങ്ങോട്ട് വരുന്ന മുമ്പ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ദേ, ഞാൻ ഇപ്പോഴേ പറയാം, നിന്നെ ഞാനേ കിട്ടു. എന്റെ പേരിലുള്ള താലി മതിയടി നിന്റെ കഴുത്തിൽ. ഇയാള് മാത്രം തീരുമാനിച്ചാ മതിയോ? മതി, ചേട്ടൻ പോവാട്ടോ. അതും പറഞ്ഞ് അവളുടെ കവളി ചെറുതായി തട്ടി അവൻ ഇറങ്ങി. അവൾ ഇവിടെ ഇപ്പൊ എന്താ നടക്കുന്നത് എന്ന ചിന്തയായിരുന്നു. പിന്നെ എല്ലാം പെട്ടെന്ന് തീരുമാനിച്ചു. വിനോദിന്റെ അച്ഛനും അമ്മയ്ക്ക് അച്ഛനെ നന്നായി ഇഷ്ടപ്പെട്ടു. മനു അവന്റെ അനിയനാണെന്ന് മാത്രം അവളോട് പറഞ്ഞില്ല. എല്ലാം കൂടി താങ്ങാനുള്ള ശേഷി ഇല്ലായിരുന്നു. മനു തന്നെയാണ് അത് പറയണ്ടെന്ന് പറഞ്ഞത്. രാത്രി പാച്ചു ബാൽക്കണിയിലിരുന്ന് ബുക്ക് വായിക്കുമായിരുന്നു. കുറച്ചു കഴിഞ്ഞ് അവൾ ഒന്ന് ദേ പൊങ്ങി പോകുന്നു. നോക്കിയപ്പോ അബി അവളെ രണ്ട് കൈകളിൽ കോരിയെടുത്ത് അവളെ മടിയിലിരുത്തി. ഇതെപ്പോ വന്നു? കുറച്ചു മുമ്പ്. എന്നിട്ടെന്താ എന്നെ വിളിക്കാഞ്ഞേ? അതിനവനൊന്ന് ചിരിച്ചു കാണിച്ചു. അല്ല, ഇപ്പൊ എന്നതാ വരവ്? അതോ, എന്റെ പെണ്ണിനെ കുറിച്ച് തേമിട്ടായി കൊടുക്കാന്ന് വിചാരിച്ചു വന്നതാ. ആണോ? എന്നിട്ട് എന്തേ? അതിനു മുമ്പ് മരുന്ന് കഴിച്ചോ? കഴിച്ചു. ഇനി തായോ? അവൻ അവളുടെ കൈ തേമിട്ടായി വെച്ച് കൊടുത്തു. അവൾ അവന്റെ ഇരു കവിളിലും ഉമ്മ കൊടുത്തു. അബിയേട്ടാ, എന്നാടി? കുറച്ചു ദിവസം കൂടി കഴിഞ്ഞാൽ ഞാൻ പാർവണ അഭിറാമാകും അല്ലേ? പിന്നല്ലാതെ. അവിടെ എല്ലാവരും നിന്റെ വരവിന് വെയിറ്റിംഗ് ആണ്. നാളെ തൊട്ട് ഞാൻ ഫുൾ ബിസി ആയിരിക്കും. അതെന്നാത്തിനാടി? മിഷൻ 2 അമ്മായി അച്ഛനെ കുപ്പിയിലാക്കൽ. അതിന് എന്റെ അച്ഛൻ എന്നതാ ഭൂതമോ കുപ്പിയിലാക്കാൻ? ഓ എന്റെ മണ്ണുണി കെട്ടിയോനെ, കല്യാണം കഴിഞ്ഞ് ആരെങ്കിലും ഇംപ്രസ് ചെയ്യണ്ടേ? ഇനി കല്യാണത്തിന് കുറച്ച് ദിവസം കൂടിയേ ഉള്ളൂ. അതിന് നാളെ തൊട്ട് അടുക്കളയിൽ കയറി അടുക്കള ഒരു കൊട്ടാരമാക്കണം. അപ്പൊ എന്റെ മോൾക്ക് കുക്കിയൊന്നും അറിയില്ല? അങ്ങനെയല്ല, കുറച്ചൊക്കെ അറിയാം, ബട്ട് സ്പെഷ്യൽ ഒന്നും അറിയില്ല. ചിക്കൻ, മീൻ അങ്ങനെയൊന്നും അറിയില്ല. ഇനി അതൊക്കെ പഠിക്കണ്ടേ? അറിയാവുന്നൊക്കെ മതിയടി പൊട്ടി. നമുക്ക് പയ്യെ പഠിച്ചാ മതിയെന്നേ. ഒന്ന് പോയെ, എനിക്ക് പഠിച്ചിട്ട് വേണം ഒരു കലക്ക് കലക്കാൻ. എന്ത് വേണേലും ചെയ്. അതെ അബിയേട്ടാ, നമുക്ക് പുറത്തു പോവാം. എന്തിന്? ചുമ്മാ. നടക്കൂല മോളെ. അതെന്നാ? അതോ, എന്റെ മോള് കിടന്ന് ചാച്ചാൻ നോക്ക്, അവൾക്ക് പുറത്തു പോണം പോലും. എന്ത് കാമുകനാണ് ഹേ നിങ്ങള്? അതും പറഞ്ഞ് അവനെ താടി പിടിച്ച് വലിച്ചുകൊണ്ടിരുന്നു. ഡി പുല്ലേ, എനിക്ക് വേദനിക്കുന്നുണ്ട്. ഒന്ന് പോടോ ഹേ. മല്ലീച്ചനും ലതാമ്മയും ഇവിടെ താമസിക്കാൻ തീരുമാനിച്ചോ? ഞാൻ അറിഞ്ഞു. ഇപ്പൊ സന്തോഷായോ എന്റെ പാറൂട്ടന്? ഒത്തിരി. ഞാൻ കൂടി പോയ അച്ഛനും അമ്മയ്ക്ക് ഒറ്റയ്ക്കാവുന്നോർത്ത് പണ്ട് ഞാൻ പറയുമായിരുന്നു, ഞാൻ ഒരു ചെക്കനെ കെട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വരുമെന്ന്. എന്തിന്? എന്റെ മണ്ടം കുഞ്ചു, അപ്പൊ അച്ഛനും അമ്മയും ഒറ്റയ്ക്കാവൂലല്ലോ. നമുക്ക് എപ്പോ വേണേലും ഇങ്ങോട്ട് വരാലോ. ഒരു മാസം ഇവിടെ, ഒരു മാസം അവിടെ ആയിട്ട് നിക്കാം. സത്യം? ആടി പൊട്ടിക്കാളി. വീണ്ടും അവന്റെ കവളി അവൾ ഉമ്മ കൊടുത്തു. അല്ല, എന്നതാ ഈ വായിക്കുന്നത് പോലെ ബഷീറിന്റെ പ്രേമലേഖനം? തീരാറായോ? ഇല്ല, തുടങ്ങിയതേ ഉള്ളൂ. നിന്റെ കവിള് ചോട്ടി നോക്കിയേ, ആ നുണക്കുഴിയുടെ കുഴി കുറച്ച് കുറഞ്ഞു. എന്നതാ അബിയേട്ടായി പറയുന്നേ? കാര്യം തന്നെ. വസുമ തരുന്നത് വഴക്കുണ്ടാക്കുക കഴിച്ചോണം. പഴയ പോലെ കവിള് വന്നില്ലേ അപ്പൊ കാണാം. അതെന്തിനാ ഇങ്ങനെ കടിച്ചു തിന്നാൻ? അവനൊന്ന് ഇളിച്ചു കാണിച്ചു. എന്നെ കടിയ, എനിക്ക് നോവുന്നുണ്ട്. അച്ചോടാ, ദേ ചെക്ക, കടിച്ചിട്ട് കൊഞ്ചിക്കാൻ വരരുത്. ഓ, ഒന്ന് പോയടി. അത് തന്നെയാണ് മോനൂസേ എനിക്കും പറയാനുള്ളത്. അങ്ങിപ്പോ എന്റെ റൂമിൽ നിന്ന് പുറത്തു പോയാലും? പോണോ? പോണം. അതൊക്കെ നിർബന്ധാണോ? അതേലോ.
നാളെ രാവിലെ ഓഫീസിൽ എത്തിയേക്കണം. അപ്പൊ ലീവ് തരൂലല്ലേ? 2 ദിവസം കൂടി വാ. അപ്പൊ എന്റെ മോൻ പോയാടെ, ചേച്ചിക്ക് ചാച്ചണം. നീ വരുന്നില്ലേ താഴേക്ക്? പിന്നെ വരാതെ, എനിക്ക് എന്റെ വിശ്വസിച്ച് കാണണ്ടേ. അതെന്റെ അച്ഛനാണ്, നിന്റെ അല്ല. അവളെ ചുണ്ടി പിടിപ്പിക്കാനായി അവൻ പറഞ്ഞു. അവളുടെ കുഞ്ഞു കണ്ണുകൊണ്ടുള്ള കൂർപ്പിച്ചു നോട്ടം കണ്ട് ഓറിച്ചിരിച്ചു. അവൾ അവനെ തള്ളി മാറ്റി താഴേക്ക് പോയി. താഴെ ചെന്നപ്പോഴും അവളുടെ മുഖം കൊട്ട പോലെ ഉണ്ട്. ഇവൾക്കിതെന്താ പറ്റി? കിച്ചു ചോദിച്ചു. അത് ശരിയാണല്ലോ, നിനക്ക് എന്നാ പറ്റി കൊച്ചേ? ഇവൻ വഴക്ക് പറഞ്ഞു. അബി അങ്ങനെയൊന്നും ആവശ്യമില്ലാതെ വഴക്ക് പറയില്ല, അപ്പുവാണ്. അബി അവരെ എല്ലാരും നോക്കി ചിരിച്ചു കാണിച്ചു. പാച്ചു, ഇങ്ങനെ ഇരിക്കാതെ കാര്യം പറയാൻ നോക്ക്. അത് അബിയേട്ടൻ പറഞ്ഞു വിശ്വസിച്ച ഏട്ടന്റെ ആണെന്ന്. നീ എന്നാടി കൊച്ചു പിള്ളേരെ പോലെ തൊട്ടു പിടിച്ച് മാന്തി നാണമുണ്ടോ? കിച്ചുവാണ്. അവൾ അവനെ കൂർപ്പിച്ചു നോക്കി. ഡാ, എന്റെ കൊച്ചിനോട് അങ്ങനെ പറഞ്ഞു. എന്നാ നമുക്ക് അവനെ അങ്ങ് ഡിവോഴ്സ് ചെയ്തേക്കാം. അബി ആകിയെ കണ്ണുരുട്ടി നോക്കി. അത് തന്നെ, നമുക്ക് എന്റെ കൊച്ചിന് നല്ലൊരു ചെക്കനെ നോക്കാം. ആ, അപ്പന്റെ മോൻ രക്ഷപ്പെടും, വാസു പറഞ്ഞു. പാച്ചു അബി അവരെ നോക്കി പേടിപ്പിച്ചു. അങ്ങനെ ആരും ബുദ്ധിമുട്ടണ്ട, വേറെ ചെക്കനെ നോക്കാൻ പോണു. അത് തന്നെ, എനിക്ക് എന്റെ അബിയേട്ടനെ മതി. അങ്ങനെ അബിയേട്ടൻ രക്ഷപ്പെടേണ്ട. അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ്, എനിക്കുറക്കം വരുന്നു. അതും പറഞ്ഞ് പാച്ചു റൂമിലോട്ട് എസ്കേപ്പ് ചെയ്യും. കുറച്ചു നേരം കൂടി ഇരുന്നിട്ട് അവരും ഇറങ്ങി.